അവിടുന്ന് സ്നേഹത്തിൽ നമ്മൾ ദൈവത്തോട് ഒട്ടി നിൽക്കുകയാണെങ്കിൽ ഉടമ്പടി അനുസ്മരിക്കും. ഉടമ്പടി അനുസ്മരിച്ചാൽ മതി. കാര്യം ദൈവം നമ്മളൊന്ന് ഓർത്താൽ മതി. ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഭക്തി, വിശ്വാസം, സ്നേഹം എല്ലാം വർക്കൗട്ട് ചെയ്യണത് ഒറ്റ ആപ്പിലാണ്, സിംഗിൾ മെമ്മറിയാണ്. അത് കുർബാന പോലും മെമ്മറി ആക്കി കളഞ്ഞതിൻ്റെ കാരണം അതാണ്. നിൻ്റെ സ്നേഹം ദൈവം അനുഭവിക്കുന്നത് നീ ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ സ്നേഹം നീ അനുഭവിക്കുന്നതും നീ ദൈവത്തെക്കുറിച്ച് ഭക്തിയോടെ ഓർക്കുമ്പോഴാണ്. ഓർമ്മയാണ് ഇതിൻ്റെ ബേസ്മെൻ്റ് എല്ലാം. വെൻ വി ലോസ്റ്റ് യുവർ മെമ്മറി, യു ലോസ്റ്റ് യുവർ ഫെയ്ത്ത് ആൻഡ് യുവർ ഗോഡ്. അതാണ് സത്യം. എന്നെങ്കിലും നീ ദൈവത്തിനെക്കുറിച്ചുള്ള ഓർമ്മ നിനക്ക് നഷ്ടമായാൽ അവിടെ വെച്ച് നീ ഭക്തനല്ലാതായി മാറും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയെക്കുറിച്ച് സ്നേഹത്തോടെ ഓർക്കുവാൻ ആവശ്യമായ അഭിഷേകം എനിക്ക് നൽകണമേ. അതാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്. മക്കളെ, ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് ഓർമ്മയാണ്. ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോഴുണ്ടാകുന്ന ദൈവത്തെക്കുറിച്ച് നമ്മുടെ ജീവിത അവസ്ഥകളെ അടിസ്ഥാനപ്പെടുത്താതെ തന്നെ ദൈവത്തിനെക്കുറിച്ച് ദൈവത്തിന് വേണ്ടി മാത്രം ഓർക്കുക കഴിഞ്ഞാൽ നീ കറക്റ്റ് ദൈവവേദിലാകും. കാര്യം ഇതൊരു ഓർമ്മയിലാണ് നീയും ദൈവവും തമ്മിലുള്ള റിലേഷൻസ് വർക്കൗട്ട് ചെയ്യണത് ഓർമ്മയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ജീസസ് പറഞ്ഞത്, ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. ഇത് ഓർക്കുമ്പോഴെല്ലാം നമുക്ക് ചുമ്മാ ഇങ്ങനെ അപ്പം മുറിച്ച് ഓർക്കാൻ പറ്റത്തില്ല. അപ്പം മുറിക്കുമ്പോഴെല്ലാം നിങ്ങൾ ഓർക്കേണ്ടത്, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, സെന്റ് പോൾ റെഫറൻസ്, ശ്രദ്ധിക്കേണ്ടത് ഇത് ചെയ്യുമ്പോഴെല്ലാം അവൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ഓർക്കുന്നു. 1 കൊറിന്തോസ് 11:26. 1 കൊറിന്തോസ് 11:26. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അവസ്ഥ. അതായത് ഇത് നിങ്ങൾ അവൻ്റെ അപ്പം അവൻ്റെ നാമത്തിൽ മുറിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ ഓർക്കേണ്ടത്? കർത്താവിൻ്റെ മരണമാണ് ഓർക്കേണ്ടത്. എന്നുവരെ ഓർക്കും? അവൻ്റെ പ്രത്യാഗമനം വരെ ഓർക്കും ഇവിടെ. അതുകൊണ്ടാണ് മാസിനേക്കാൾ കുർബാനേക്കാൾ വലിയതൊന്നും ദൈവത്തിന് സ്ഥാപിക്കാൻ പറ്റത്തില്ല എന്ന് വിശുദ്ധന്മാർ പറയണത് അതാണ്. കുർബാന സ്ഥാപിക്കുന്നതിനേക്കാൾ വലുത്. കാര്യം അത് ഓർമ്മയുടെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റ് ആയിട്ടുള്ള, ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള, ദൈവത്തെ നമുക്കോർക്കാനും നമുക്ക് ദൈവത്തെ ഓർക്കാനും ദൈവസ്നേഹത്തിലും ദൈവത്തിന് നമ്മളുടെ സ്നേഹത്തിൽ നിറയാനും നമുക്ക് ദൈവത്തോടെ സ്നേഹത്തിൽ നിറയാനും. അത് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അവിടുന്ന് നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഈ ഭക്തനെ അനുസ്മരിക്കാൻ കാരണം എന്താണ്? 91:11 വായിച്ചതിൻ്റെ 91 നമ്മൾ ആദ്യം അതായത് അവിടുന്ന് തൻ്റെ സ്നേഹത്താൽ തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു, അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ഇതാണ് പ്രശ്നം. ഈ അനുസ്മരണം എന്ന് പറഞ്ഞൊരു സംഭവമാണ് ആധ്യാത്മികതയുടെ ആൽഫയും ഒമേഗയും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓർമ്മയാണ്. കാര്യം ദൈവം നമ്മളെ ഓർക്കുന്നു. ഉടമ്പടിയെ പോലെ ദൈവത്തെ നമ്മളെക്കൊണ്ട് ദൈവത്തിന് നമ്മളെ ഓർക്കാൻ പറ്റിയ ഒരു സംവിധാനമില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് IELTS പാസ്സാകണം, അതുപോലെ എന്തെങ്കിലും വസ്തു വിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിപ്പോണ്ടല്ലേ, അതല്ല സംഭവം. ഇറ്റ്സ് എ ബയലാറ്ററൽ എഗ്രിമെൻ്റ്. എന്ന് വെച്ചാൽ മനുഷ്യരാശിക്ക് ദൈവത്തിന് നമ്മളെ ഓർക്കാനും നമ്മൾക്ക് ദൈവത്തെ ഓർക്കാനും
അതുവഴി ദൈവം നമ്മളുടെ സ്നേഹത്താൽ നിറയാനും നിറഞ്ഞ് നമ്മളെ തണുക്കെ അനുഗ്രഹിക്കാനും ഒക്കെയുള്ള ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഓർമ്മയാണ്. അതിൻ്റെ പ്രശ്നം ആ ഓർമ്മ, ആ ഓർമ്മയെക്കുറിച്ചാണ് 111:4 പറയണത്. എന്താണ്? അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ആഹാരം ജീവിതമാർഗം നൽകുന്നു. പിന്നെ എന്താണ്? അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. അപ്പം അനുസ്മരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടിയെ ദൈവം അനുസ്മരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് തക്ക ദൈവസ്നേഹം ഉണ്ടാകണം. കാര്യം എന്താണ്? ഭക്തിയല്ലേ, ഭക്തർക്കല്ലേ, ഭക്തരുടെ ഉടമ്പടിയല്ലേ അനുസ്മരിക്കണത്, അല്ലേ? ദൈവം ഭക്തരുടെ ഉടമ്പടിയാണ് അനുസ്മരിക്കണത്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ബേസിക് എന്താണ്? ദൈവസ്നേഹമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഭക്തി ഒട്ടി നിൽക്കുന്ന പരിപാടിയാണെങ്കിലും ശരിക്കും ഒട്ടിക്കണത് എന്താണ്? അവിടുന്ന് സ്നേഹത്തിൽ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 91 സങ്കീർത്തനം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 91 സങ്കീർത്തനം 14 തിരുവചനം. 91:14. അവൻ സ്നേഹത്തിൽ എന്നോട് അവിടുന്ന് സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. രക്ഷ വരണതും സംരക്ഷണം വരണതും എല്ലാം വരണത് എന്താണ്? നിന്റെ സ്നേഹത്തിൻ്റെ ലെവലനുസരിച്ചാണ്, ദൈവസ്നേഹത്തിൻ്റെ ലെവല്. അപ്പം അത് ഉടമ്പടി എൻ്റെ മക്കൾ ടാർഗറ്റ് ചെയ്യണത് ഞങ്ങൾ പറയണ നിർദ്ദേശങ്ങളും നിബന്ധനകളും അച്ചിട്ടതുപോലെ എണ്ണി ഒപ്പിച്ച് അതുപോലെ ചെയ്താൽ അങ്ങനെ ഒരു പാകത്തിനിങ്ങനെ പാചകവിധിയല്ലേ ഉടമ്പടി, അല്ലേ? ഉടമ്പടി ഒരു പാചകവിധിയായിട്ട് പണിയെടുക്കാം, അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഒരു ഉണ്ട ചമ്മന്തി അരക്കണമെങ്കിൽ എന്തുമാത്രം തേങ്ങ വേണം, എന്തുമാത്രം മുളക് വേണം, എത്ര കഷ്ണം മാങ്ങ വേണം എന്നൊക്കെ ഒരു പാചകവിധിയുണ്ട്. അതുപോലെ നിനക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ 5 രോഗികളെ കാണണം, 10 പേർക്ക് ഭക്ഷണം കൊടുക്കണം. അങ്ങനെ പാചകവിധിയല്ല ഉടമ്പടി. ഉടമ്പടി ദൈവസ്നേഹമാണ് വിഷയം. നീ ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തിയുടെ ദൈവസ്നേഹം കൂടുന്നുണ്ടോ എന്ന് നോക്കണം. അല്ല നീ ചെയ്യണ കാര്യങ്ങളല്ല. നീ ചെയ്യണ കാര്യം സാങ്കേതികമായിട്ടാണെങ്കിൽ എന്ത് ചെയ്യും? ദൈവസ്നേഹം ഇല്ലാതെ സാങ്കേതികമായിട്ടാണ് ചെയ്യണമെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ഒന്ന് കുറഞ്ഞ പറയുന്നില്ല. നീ മാലാഖമാരുടെ ഭാഷയെ സംസാരിച്ചാൽ പോലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 കൊരിന്തോസ് 13:1. 1 കൊരിന്തോസ് 13:1. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. അതായത് പൗലോസ് അത്ര വലിയ കവിയല്ലായിരുന്നു. കഴിഞ്ഞ മുഴങ്ങുന്ന ചേങ്ങലക്കും ചിലമ്പിനുമൊക്കെ ഒരു താളമുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ താളം പോലും ഉണ്ടാകത്തില്ല സ്നേഹമില്ലെങ്കിലും അദ്ദേഹം നമ്മുടെ ഭാഷകളെല്ലാം നമുക്ക് കമ്മ്യൂണിക്കബിൾ പോലും ആകാതെ ഇരിക്കുമെന്നാണ് പറയണത്. പക്ഷേ അതിനേക്കാൾ ഗതികേടാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് എൻ്റെ മക്കൾ ചെയ്യണത് സ്നേഹരാഹിത്യമായിട്ടുള്ള എന്തെങ്കിലും ബേസ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. കാര്യം ഇതെല്ലാം ചെയ്യണമെങ്കിൽ സ്നേഹം വേണം. ആരോട് വേണം? ദൈവത്തോട് വേണം. ദൈവത്തോട് സ്നേഹമില്ലാതെ നിനക്ക് ആശുപത്രി പോകാനൊന്നും രോഗികളെ കാണാൻ പറ്റത്തില്ല. ദൈവത്തോട് സ്നേഹമില്ലാതെ നിനക്കൊരു ബന്ധവും സ്വന്തമല്ലാത്ത ആൾക്കാരെ വിളിച്ചിരുത്തി പഠിക്കാൻ. ഇപ്പം ഞാൻ ചില പ്രശ്നത്തിൽ പറഞ്ഞു, ട്യൂഷൻ പഠിപ്പിക്കാൻ പറ്റുന്നവരിപ്പോൾ ഈ വെക്കേഷൻ ടൈമാണ്. എല്ലാവരും തന്നെ ഇംഗ്ലീഷിനും കണക്കിനുമൊക്കെ കുറവുള്ള ആൾക്കാരാണ്. പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു സെൻറ്റൻസ് പോലും എഴുതാൻ അറിയാൻ പാടില്ലാത്ത 10ാം ക്ലാസ്സുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പഠിപ്പുള്ളവർ
SLC അതുപോലെ തന്നെ 9ാം ക്ലാസ്സുകാരൊക്കെ വിളിച്ചിരുത്തിയിട്ടേ അവർ കിട്ടുന്ന സമയം കൊണ്ട് അവിടെ ഗ്രാമറൊന്ന് ചെക്ക് ചെയ്യണം, അവിടെ കണക്കും നോക്കണം. അവർക്ക് ബേസിക് പോയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ 10ാം ക്ലാസ്സിൽ പഠിച്ചാലും ജോലിയൊന്നും കിട്ടത്തില്ല അവർക്ക്. ഗവൺമെൻറ് പിന്നെ ഇരട്ടി ട്യൂട്ടോറിയൽ, ഇരട്ടി പണം മുടക്കി പിന്നെ ഇവരെ പഠിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഗ്രേസ് മാർക്ക് കൊടുത്ത് വിടും. പക്ഷേ ഇവരെന്നാ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് സ്കിൽഫുൾ അല്ലാത്ത കുറച്ച് തൊഴിലാളികളെ അടുത്ത തലമുറ സൃഷ്ടിക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസമാണ് ചില സമയത്ത് ഈ ഓൾ പ്രൊമോഷൻ കൊണ്ട് ഉണ്ടാകണത്. ഗവൺമെൻറ് അതേ പറ്റത്തുള്ളൂ, ഞാൻ ഗവൺമെൻറ്റിനെ കുറ്റം പറയുകയല്ല. പക്ഷേ അതേസമയം തന്നെ ഇങ്ങനെ ഷെഡ് ഔട്ട്സുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അതേസമയം തന്നെ 9ാം ക്ലാസ് വരെ ചെന്നിട്ടും ബേസിക്സ് കിട്ടാത്തവരുണ്ട്. അവരെ നിങ്ങൾ വിളിച്ചിരുത്തി ജാതിയും മതവും നോക്കാതെ അവരുടെ ബേസിക്സ് കറക്റ്റ് ചെയ്യണം. ഗ്രാമർ ആയാലും ഇംഗ്ലീഷ് ആയാലും കണക്കായാലും ഒന്ന് നോക്കണം. ഗ്രാമർ, ഇംഗ്ലീഷ്, കണക്ക് ഒന്ന് നോക്കിയിട്ട് കാര്യം അവർക്ക് ഇപ്പോൾ പൈസ കൊടുത്ത് ട്യൂഷൻ ചെയ്യാൻ ഉള്ള മാർഗമില്ലാത്തവരെ നോക്കണം. അത് ഉടമ്പടിയുടെ ഒരു ഭാഗമാകണം. പക്ഷേ അത് നിങ്ങൾ ദൈവസ്നേഹത്താൽ ചെയ്യണം. ദൈവസ്നേഹത്തെ ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമുദായ സ്നേഹമാണുള്ളത്. കേരളത്തിൻ്റെ കാര്യം പറയുക, ഒരു മനുഷ്യൻ ദൈവസ്നേഹത്തെ ഇപ്പം നമ്മൾ ജാതി മാറണം, ജാതി ഉണ്ടാവരുത്, മതം ഉണ്ടാവരുതെന്നൊക്കെ പറഞ്ഞാലും ഇത് ഒരു പറയുന്ന ആൾക്കാർ അതിനേക്കാൾ വലിയ ജാതി കളിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരു കാര്യം ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, ജാതി മതം ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് അതിജീവിക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ചില പറയും ഇവിടെ ഇപ്പോൾ കാസ്റ്റുമാർ കല്യാണം കഴിക്കുന്നവർക്ക് ഗവൺമെൻറ് കാശ് കൊടുക്കണില്ലേ? കാസ്റ്റുമാർ കല്യാണം കഴിക്കുന്നവർക്ക് അല്ലേ, 2 കാസ്റ്റിൽ എതിർ കാസ്റ്റിൽ കല്യാണം കഴിക്കുന്നവർക്ക് കാശ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാസ്റ്റ് സിസ്റ്റം മാറുമെന്നാണ് ഇവർ പറയണത്. ആര് മാറാൻ? ഒരിക്കലും മാറത്തില്ല. കാരണം ഇത് ജാതി എന്നല്ല, ജനിതകമല്ലേ, ജനറ്റിക്കല്ലേ ഇത് സാധനം, ബ്ലഡിൽ കിടക്കുന്ന സാധനമല്ലേ ഇത്. ജാത്യ ഗുണം തൂത്താ പോവുക. ഇതിൻ്റെ ഉള്ളത് ജനറ്റിക്കൽ കേസാണിത്. ഇത് കുറേ വർഷങ്ങൾ. അതുകൊണ്ടാണ് ഈശോ എന്നാ പറഞ്ഞറിയോ, ലവ് ലെവൽ കൂട്ടണം. ലെവൽ നോക്കി കഴിഞ്ഞാൽ അപ്പം എൻ്റെ ജാതി മതം നോക്കത്തില്ല. ഈശ്വരൻ്റെ വിശ്വാസത്തെ ചിലപ്പോൾ അത് നോക്കും, ബാക്കി ഭൗതിക കാര്യങ്ങൾക്കൊന്നും നോക്കത്തില്ല. ഈശ്വരവിശ്വാസം നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിത്യത വീട്ടിക്കൊണ്ട് നമ്മൾ ഒരു കളിയും കളിക്കാൻ പറ്റത്തില്ല. കാര്യം നിത്യതയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് രക്തം ചിന്തി ജീവൻ ചൊരിഞ്ഞവനാണ് നമുക്ക് നിത്യജീവൻ നൽകേണ്ടത്. ആ നിത്യജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ സംസാരിക്കുന്ന വിഷയം വിദ്യാഭ്യാസമാണ്, നിത്യതയല്ല. അനുദിന ജീവിതത്തിലെ ഭൗതിക ജീവിത സാഹചര്യങ്ങളാണ്. ഭൗതിക ജീവിത സാഹചര്യങ്ങളുടെ കൊടുക്കലും മെഡിക്കലും ഒക്കെ വരണതെല്ലാം ഒരു മനുഷ്യൻ്റെ സ്നേഹ ലെവൽ കൂടുമ്പോഴാണ്. അതുകൊണ്ട് ഈശോ എന്നാ ചെയ്യുന്നറിയാവോ, ഞാനാണെന്ന് എന്നെ നിങ്ങൾ സ്നേഹിക്കണം. എന്തിനാണെന്നറിയാവോ, എന്നെ നിങ്ങൾ എല്ലാത്തേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞില്ലേ? അതെന്തിനാണ് അങ്ങനെ പറഞ്ഞിരിക്കണത്? എന്തിനാണ്? എല്ലാത്തിനേക്കാൾ ഉപരി നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനെ സ്നേഹിക്കണ പോലെ തന്നെ നമുക്ക് മനുഷ്യരെ സ്നേഹിക്കാം, ജാതി മതം നോക്കാതെ. അതുകൊണ്ട് എന്ത് പറഞ്ഞു, ഞാൻ രോഗിയാണെന്നല്ലേ ഈശോ പറഞ്ഞത് അല്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ നന്ദി. ഹല്ലേലൂയ 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 മത്തായി 25:36. മത്തായി 25:36. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. പറഞ്ഞ ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പൊ രോഗിയെ കാണുമ്പോൾ ആരായിട്ട് കാണണമെന്നാ പറയണത്? ക്രിസ്തുവായിട്ട് കാണണമെന്നാ പറയണത്. മനസ്സിലായില്ലേ? അതാണ് വിഷയം. എല്ലാത്തിനേക്കാളും ഉപരി ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവസ്നേഹം വർദ്ധിക്കുന്ന അനുസരിച്ച് കൊണ്ട് പിന്നെ എന്താ വരണത്? അത് നേരെ തിരിച്ചു വരും. എങ്ങനെ തിരിച്ചു വരും? നമ്മൾ രോഗിനെ കാണുമ്പോൾ നമ്മൾ എല്ലാത്തിനേക്കാളും ഉപരി ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ ആ എല്ലാത്തിനേക്കാളും ഉപരി ക്രിസ്തുവിന് കൊടുക്കുന്ന സ്നേഹം ആർക്ക് കൊടുക്കും? ഞാൻ ക്രിസ്തുവിനെ രോഗിയായിട്ട് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ രോഗിനെ ക്രിസ്തുവായിട്ട് കാണുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെല്ലാത്തിനേക്കാളും ഉപരി ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ആ സ്നേഹം തന്നെ
ക്രിസ്തുവിന് കൊടുക്കുന്ന ആ ബഹുമാനവും ആദരവും സ്നേഹവും നമ്മൾ ആർക്ക് കൊടുക്കും? രോഗികൾക്ക് കൊടുക്കും. മനസ്സിലായ? അവരെന്ത് ജാതിയായാലും എന്ത് അവസ്ഥയായാലും ആ ദൈവത്തിന് കൊടുക്കുന്ന അതേ നിലവാരം ആ രോഗികൾക്ക് കൊടുക്കും. ഇത് ആണ് സുവിശേഷത്തിൻ്റെ കാഴ്ചപ്പാട്. ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും പറയണില്ല. തളർന്നു കിടക്കുന്നവനെ താങ്ങാനുള്ള ദൈവസ്നേഹം ഉണ്ടാകാൻ വേണ്ടിയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ ഉടമ്പടിയിൽ നമ്മൾക്ക് ഉടമ്പടി എപ്പോഴും പുഷ്പിക്കുന്നത് ദൈവസ്നേഹത്തിലാണ്. ഇപ്പം നിങ്ങൾ ടെക്നിക്കലായിട്ടും ഇങ്ങനെ സാങ്കേതികമായിട്ടും വിഷയങ്ങൾ ചെയ്താൽ അത് ഡ്രൈ ഉടമ്പടി എന്ന് പറയും. ഡ്രൈ കവനൻറ്റ്. നിങ്ങൾ പല ആൾക്കാരും ചെയ്യുന്നത് ഡ്രൈ കവനൻ്റാണ്. ഞാനെപ്പോഴും ഡ്രൈ കവനൻ്റ് എന്ന് പറയാം. എന്നാൽ ഡ്രൈ കവനൻ്റ് ഞങ്ങൾ കുർബാന ചൊല്ലുന്ന പട്ടം കിട്ടുന്ന മുമ്പ് ഡ്രൈ മാസം നടത്തുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് പറഞ്ഞായിരുന്നു. ഇപ്പോഴും ഞാനത് പറയുകയാണ്. ഡ്രൈ മാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒസ്തി പിഞ്ഞൊക്കെ എടുത്തിട്ട് കുർബാനയുടെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊടും. പട്ടം കിട്ടിയിട്ടില്ല, അത് ചൊല്ലി പഠിക്കുകയാണ്. അതുകൊണ്ട് എന്താ പറ്റും? നമ്മൾ എത്ര വാഴ്ത്തിയാലും ഈ ഗോതമ്പപ്പം ഈശോയുടെ ശരീരമായി മാറത്തില്ല. ചിലർ എത്ര ഉടമ്പടി രോഗികളെ കണ്ടാലും ദൈവസ്നേഹം വർക്കൗട്ട് ചെയ്യത്തില്ല. ഡ്രൈ കവനൻ്റാണ്. ദൈവസ്നേഹം ഇല്ലാതെ നിങ്ങൾ എന്ത് ഉടമ്പടി പ്രകാരം ആതുര സേവനങ്ങൾ ചെയ്താലും, കാര്യം ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അവസരം കാണുമ്പോൾ ദൈവമായിട്ട് തോന്നണം. അതാണ് എൻ്റെ ഭക്തി എന്ന് പറയുന്നത്. അതാണ് ഞാനെന്ന് പറയണത്. അല്ലെങ്കിൽ ഈശോക്ക് രോഗികളെ ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല, ഞാൻ രോഗിയായിരുന്നു എന്നാണ് പറയണത്. ദാറ്റ് മീൻസ് എല്ലാത്തിനുപരിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറഞ്ഞ ദൈവം തന്നെ സ്നേഹിച്ചിട്ട് ചില പറയുമേ ദൈവം എന്ത് സുഹൃത്തിനാണ്, എല്ലാത്തിനേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കാൻ പറഞ്ഞിരിക്കണം. നമുക്ക് വേറെ മനുഷ്യന് വേറെ പണിയൊന്നുമില്ല. യുക്തിവാദികളൊക്കെ പറയത്തില്ലേ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കാൻ വേണ്ടി ജനങ്ങളെ നിർബന്ധിക്കണ ദൈവം എന്തൊരു സ്വാർത്ഥനാണ്. പക്ഷെ അതെന്താ സംഭവം? നമ്മൾ ദൈവത്തെ സമ്പൂർണ്ണമായി എല്ലാത്തേക്കാളും ഉപരി സ്നേഹിച്ച് കഴിയുമ്പോൾ അടുത്ത കൽപ്പന പറയും. എന്താണ്? ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അപ്പം നഗ്നനും രോഗിയും പാവപ്പെട്ടവനും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിത നിലവാരങ്ങളിൽ നിൻ്റെ ഒപ്പം നടന്നു കയറാൻ പറ്റാത്തവർ ആരുണ്ട്? അവർക്ക് നീ സഹായിക്കാൻ ചെല്ലുമ്പോൾ നിൻ്റെ ബന്ധുവാണോ, സ്വന്തമാണോ, ജാതിക്കാരനാണോ, സമുദായക്കാരനാണോ നോക്കും. അങ്ങനെ നോക്കരുത്. ഞാനാണെന്ന് കണ്ടാൽ മതിയെന്ന്. ശ്രദ്ധിക്കട്ടെ. കർത്താവിൻ്റെ വചനം ഇങ്ങനെ തന്നെ. കർത്താവ് പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ സ്നേഹം എന്താണ്? കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജാതിയോ മതമോ ബന്ധുവോ സ്വന്തമോ ഒന്നും നോക്കിയല്ല ആൾക്കാരെ സ്നേഹിക്കണമെന്ന്. അതെന്താ പറയുക? എനിക്ക് ഇഷ്ടമുള്ളവരോട് എനിക്ക് കാരുണ്യം കാണിക്കാം. അത് ഇഷ്ടത്തിൻ്റെ പേരിലാണ്, ജാതിയുടെ പേരിലല്ല, മതത്തിൻ്റെ പേരിലല്ല, സമുദായത്തിൻ്റെ പേരിലല്ല. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കണത് ദൈവത്തിന് നിന്നോട് ഇഷ്ടം തോന്നുന്നതിൻ്റെ പേരിലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്ന നിങ്ങൾക്ക് ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന കക്ഷികളെ നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ദൈവത്തിന് നിങ്ങളോട് ഇഷ്ടം തോന്നുന്നതെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ക്ലിയർ അല്ലേ? വേറെ ഒന്നും ചിന്തിച്ച് കളി കയറേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇത്രയും, അതായത് ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന കക്ഷികളോട് ദൈവത്തിന് ഇഷ്ടം തോന്നണം. എന്താ കാരണം? ഈ ദൈവസ്നേഹം രൂപപ്പെടുത്തി വന്നാൽ അത് ഉടമ്പടി ബേസ്മെൻറ്റിലാണല്ലോ ദൈവസ്നേഹം നമ്മളിൽ രൂപപ്പെടുത്തി വരണത്. കാര്യം അത് ഭക്തിയിൽ അടിസ്ഥാനമാണ്. ഭക്തി ദൈവസ്നേഹത്താൽ ഒട്ടുന്ന വിഷയമാണെന്ന് സങ്കീർത്തനം 91:14 പറഞ്ഞില്ലേ? അപ്പോഴേ ഈ ഉടമ്പടിയിൽ ലക്ഷ്യം എന്താണ്? ദൈവസ്നേഹം വർദ്ധിപ്പിക്കുക. അപ്പോഴെന്ത് പറ്റും? നിനക്ക് ദൈവത്തിന് നിന്നോട് ഇഷ്ടം തോന്നും. കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു ഗ്രൗണ്ടുമില്ല. എന്താണ്? എനിക്ക് ഇഷ്ടമുള്ളവരോട് അങ്ങനെ ഒരു വചനമുണ്ട്. എന്താ വചനം? സങ്കീർത്തനം റോമ 9:15 എടുത്ത് ശ്രദ്ധിക്കട്ടെ. റോമ 9:15
റോമ 9:15 എനിക്ക് ദയ തോന്നുന്നവരോട് പറഞ്ഞ എനിക്ക് ദയ തോന്നുന്നവരോട് എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. ഞാൻ ദയ കാണിക്കും. എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് അരുളി ചെയ്യുന്നു. മോശയോട് അരുളി ചെയ്യുന്നു. Praise the Lord. അപ്പൊ ഇതാണ് വിഷയം. ഇതിന് ഇപ്പൊ നമ്മള് ഉടമ്പടി എടുത്തു. ഇനി എന്താണ് ഓപ്ഷൻ? പന്ത് കർത്താവിൻ്റെ കോർട്ടിലാണ്. എന്താ ദൈവത്തിൻ്റെ നിലപാട് എന്താണ്? എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. പിന്നെന്താ പറഞ്ഞിരിക്കണത്? എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് ഞാൻ അനുകമ്പ തോന്നും. എനിക്ക് അനുകമ്പ തോന്നും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഔട്ടായി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഔട്ടായി. ഇനി നമ്മൾ ആൻസർ നമ്മളാണ് പറയേണ്ടത്. അപ്പോൾ ദൈവത്തിന് നമ്മളോട് ദയ തോന്നാൻ എന്താ ഒരു വഴി? അർത്ഥം ചിന്തതല്ലേ? ദൈവം ഓപ്പണായിട്ട് പറഞ്ഞിരിക്കണം. എന്താ പറഞ്ഞിരിക്കണത്? എനിക്ക് ഇപ്പോൾ റോമ 9:15 എന്താ പറയണത്? എനിക്ക് ഒന്ന് പറഞ്ഞ എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് ഞാൻ അനുകമ്പ കാണിക്കും. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ ദയ നമുക്ക് ദൈവം നമ്മോട് തോന്നണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം. അപ്പം ക്ലിയറായില്ലേ സംഭവം? ദൈവത്തിൻ്റെ ദയ നമ്മളോട് ഇപ്പം നമുക്ക് ഉടമ്പടി വർക്കടിച്ചവണ എന്ത് ഗ്രൗണ്ടിലാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ യോഗ്യത കൊണ്ടല്ല, ദയ കൊണ്ടാണ്, അനുകമ്പ കൊണ്ടാണെന്ന് വ്യക്തമല്ലേ? ശോഭയ്ക്ക് കിട്ടിയതും അതുപോലെ അഞ്ചു ആന്റണി കിട്ടിയതും എന്താണ്? അനുകമ്പയും ദയമാണ് കിട്ടിയിരിക്കുന്നത് ഉടമ്പടി വഴി. അങ്ങനെ ദൈവത്തിന് ഉടമ്പടി പ്രകാരം എന്നോട് ദയ തോന്നണമെങ്കിൽ, എന്നോട് അനുകമ്പ തോന്നണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സ്റ്റാൻഡിങ് നിലപാട് എന്താണ്? എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പ തോന്നും. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. ഇന്ന വ്യക്തിയോ പർട്ടിക്കുലർ വ്യക്തിയൊന്നുമില്ല. പിന്നെ നമ്മളാണ്, നമ്മുടെ ഭാഗത്താണ് ബോൾ വരണത്. ബോൾ വന്നാൽ പിന്നെ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ദയ തോന്നാൻ നമ്മളോട് തോന്നാൻ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ അതല്ലേ? ഉടമ്പടി വർക്കൗട്ട് ചെയ്യണം. ഇങ്ങനെയാണ്, എന്നോട് ദൈവത്തിന് ദയ തോന്നാൻ ഞാൻ എന്ത് ചെയ്യണം? എന്നോട് എൻ്റെ കുടുംബത്തോട് അനുകമ്പ തോന്നാൻ ഞാൻ എന്ത് ചെയ്യണം? 9:16 വായിച്ച ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. റോമ 9:16 അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മനുഷ്യരുടെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇനി പ്രയത്നിച്ചത് കൊണ്ടും ആ പ്രയത്നത്തിൻ്റെ പിന്നിൽ ഇപ്പം ഞാൻ പറഞ്ഞു സാങ്കേതികമായി പ്രവർത്തിക്കാം. 10 പത്രം മേടിച്ചിട്ട് ഓരോരുത്തരും കൊടുത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും. രോഗികളെ പോയി കാണാം. അങ്ങനെ സാങ്കേതികമായി നമുക്ക് പ്രവർത്തിക്കാം. അങ്ങനെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ദൈവസ്നേഹം ഇല്ലാതെ ഇത് ഇവിടുന്ന് പറഞ്ഞു, കൃപാസനത്തിൽ പറഞ്ഞു പത്രം കൊടുക്കാൻ, കൃപാസനത്തിൽ പറഞ്ഞു രോഗികളെ കാണാം, അതുകൊണ്ട് ഞാൻ രോഗികളെ കാണാൻ പോവുകയാണ്. ഇങ്ങനെ ആർക്കും ചെയ്യാം. ഇങ്ങനെ വർക്ക് ചെയ്താൽ അത് കാണാൻ 9:16 വായിച്ചു. റോമ 9:16. റോമ 9:16 അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രവർത്തനമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ആഗ്രഹിച്ച കൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടോ ദൈവം അതുപോലെ തിരിച്ച് പ്രവർത്തിക്കണമെന്നല്ല. നമുക്ക് ദയയാണ് പ്രശ്നം. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ കരുണ, അനുകമ്പ എന്ന് പറയുന്നത്, ദയ എന്ന് പറയുന്നതും ഗ്രേസ് എന്ന് പറയുന്നതും എല്ലാം ഗ്രേസിൻ്റെ ഇഫക്ട്സായിട്ടാണ് ഇതെല്ലാം വരണത്. അപ്പോൾ നമുക്ക് വേണ്ടത്, നമ്മുടെ മെറിറ്റ് നഷ്ടപ്പെടുന്ന അടുത്ത് വെച്ച് നമുക്ക് വേണ്ടത് ദയയാണ് ദൈവത്തിൻ്റെ. അത് ഗ്രേസ് എന്ന് ചില സമയത്ത് പറയും, ചില സമയത്ത് കരുണയെന്ന് പറയും, ചില സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ അനുകമ്പയെന്ന് പറയും. എന്താ നമുക്കതാ വേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കതെങ്ങനെ ആർജിക്കാൻ പറ്റുമെന്നാണ് സങ്കീർത്തനം 103:18. ശ്രുതികട്ടെ. പരമദിവ്യകാരുണ്യത്തിന് 103:18.
103 സങ്കീർത്തനം 17-18 തിരുവചനങ്ങൾ. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. പറഞ്ഞ എന്നാൽ കർത്താവിന്റെ കാരുണ്യം, എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ, അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ നീതി, അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. ഇപ്പൊ എന്തൊരു പ്രോബ്ലം എന്ന് മനസ്സിലായില്ലേ? അതായത് ദൈവത്തിന്റെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന്, പ്രഖ്യാപിത നിലപാട് എന്താണ്? റോമ 9:15. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, റിപ്പീറ്റ്, റീഡ്, റിപ്പീറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, റോമ 9:16. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ദയയാണ് അടിസ്ഥാനം. അപ്പം ദയയാണ് അടിസ്ഥാനമെങ്കിൽ ദൈവത്തിൻ്റെ നിലപാടെന്താണ്? 9:15. റോമ 9:15. ടേക്ക് അപ്പ് വേർഡ്, റീഡ് ഇറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, റോമ 9:15. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും. അപ്പൊ നമ്മുടെ പ്രവർത്തനവും ആഗ്രഹവും അല്ല 9:16 പറയുന്ന പോലെ ദൈവത്തിന് ദയ കിട്ടാനുള്ള ഒരു മാർഗം. ദൈവത്തിന് ദയ കിട്ടാനുള്ള മാർഗം എന്താണ്? അതാണ് സങ്കീർത്തനം 103:18 പറയുന്നത്. എന്താണത്? സങ്കീർത്തനം 103:17-18. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. സങ്കീർത്തനം 103:18 പറയുന്നുണ്ട്. എന്താ പറയണത്? കർത്താവിന് ഇപ്പോൾ റോമ 9:15 അനുസരിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ളവരോട് കരുണ കാണിക്കുന്നു, ഇഷ്ടമുള്ളവരോട് അനുകമ്പ കാണിക്കുന്നു പറഞ്ഞാലും കർത്താവിൻ്റെ കാരുണ്യം ആ ഇഷ്ടമുള്ളവരുടെ പട്ടികയിൽ ആരാണ് വരുന്നതെന്നാണ് സങ്കീർത്തനം 103:18 വരണത്. ആരാ വരണത്? കർത്താവിൻ്റെ ഇഷ്ടമുള്ളവരുടെ പട്ടികയിലേക്ക് നമ്മൾ വരണത് എങ്ങനെയാണ്? സങ്കീർത്തനം 103:18 അനുസരിച്ചാണ്. ഉടമ്പടി പാലിക്കുന്നവരുടെ മേലെ. ആ ഉടമ്പടി പാലിക്കണത് എങ്ങനെയാണ് പാലിക്കണത്? ആ പാലിക്കണത് സ്നേഹത്തിൽ ഒട്ടുനിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് ആ സങ്കീർത്തനം 91 പറയണത്. എന്താണ്? അതായത് നമ്മൾ ഉടമ്പടിയിലാണ് ഒരു മാർഗമുള്ളത്. ദൈവത്തിന് ഇഷ്ടമുള്ളവരോട് സ്നേഹം കാണിക്കുന്നു, ഇഷ്ടമുള്ളവരോട് അനുകമ്പ കാണിക്കുന്നു. പക്ഷേ ദൈവത്തിന് ഇഷ്ടമുള്ളവരായി നമ്മൾ മാറാൻ നിശ്ചയിച്ചിരിക്കുന്ന സംവിധാനം ഉടമ്പടിയാണ്. ഉടമ്പടി തന്നെ വെറുതെയും എടുക്കാം, സാധാരണ ആൾക്കാർ സാങ്കേതികമായിട്ട് എടുക്കാം, വർക്കൗട്ട് ചെയ്യത്തില്ല. അത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സങ്കീർത്തനം 91 വർക്കൗട്ട് ചെയ്യണം. അതെന്താണ്? അവിടുന്ന് സ്നേഹത്തോടെ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. ദൈവസ്നേഹത്തിലാണ് ഈ വിഷയം നിൽക്കുന്നത്. ആർക്കാണ് തികഞ്ഞ ദൈവസ്നേഹം തോന്നണത്? അവരോട് ദൈവത്തിന് ഇഷ്ടമുണ്ടാകും. ആ ഇഷ്ടത്തിൻ്റെ, ആ ദൈവസ്നേഹത്തിൻ്റെ തീഷ്ണതയും സത്യസന്ധതയും ആഴവും അനുസരിച്ച് കൊണ്ടാണ് ഭക്തി വർദ്ധിക്കുന്നത്. ആ ഭക്തരോട് 2 കാര്യങ്ങളാണ് ദൈവം ചെയ്യണത്. ഒന്ന്, ഭക്തി വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മൾ ചുണ്ടുകൊണ്ടുള്ള ഭക്തിഗാനങ്ങളും ഭക്തിപ്രാർത്ഥനയും പാരവശ്യങ്ങളൊന്നുമല്ല, സത്യസന്ധമായ ജീവിത സാക്ഷ്യങ്ങളിലൂടെയാണ്,
നമ്മുടെ ഭക്തി ദൈവസ്നേഹം വർദ്ധിക്കുന്ന അനുസരിച്ച് 2 കാര്യങ്ങൾ ഭക്തിയുള്ളവർക്ക് സംഭവിക്കും. എന്ത് സംഭവിക്കും? 1, വലിയ കാര്യങ്ങൾ ചെയ്യും ദൈവം. 2, തലമുറകൾ തോറും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതാണ് അമ്മ പറയണത്. സങ്കീർത്തനം അതായത് ലൂക്ക 1:49-50. വായിച്ചോളൂ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്ന് പറഞ്ഞ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഈ കരുണ തലമുറ തോറും വർഷിക്കുന്ന ഭക്തരോടാണ്. ഭക്തരെന്ന് പറയണത് ഉടമ്പടി ചെയ്യുന്നവരാണ്. ഉടമ്പടി ചെയ്യുന്നവരെന്ന് പറയണത് കടുത്ത ദൈവസ്നേഹം നിറഞ്ഞ് ദൈവത്തെ എല്ലാത്തേക്കാളുപരി സ്നേഹിക്കുന്നവരാണ്. എല്ലാത്തിനേക്കാളുപരി ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവത്തിൻ്റെ നാമത്തിൽ അതിനേക്കാൾ താഴെയുള്ള നമ്മളെക്കാൾ നമ്മുടെ സഹായവും നമ്മുടെ സാന്നിധ്യവും ആവശ്യമുള്ളവരെ ദൈവസ്നേഹത്താൽ സ്നേഹിക്കുകയും അഭിഷേകം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഉടമ്പടിയുടെ ഒരു മെക്കാനിസം എന്ന് പറയണത്. അല്ല വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. വേറെ ഒന്നുമില്ലെന്നല്ല. ഈ കാലഘട്ടത്തിൽ പറഞ്ഞിട്ട് ഈ ഏറ്റവും പ്രക്ഷുബ്ധമായൊരു കാലഘട്ടത്തിൽ മനുഷ്യൻ ഈ ലോകത്ത് നിരന്തരം എല്ലാ ദിവസവും സാക്ഷ്യം പറയുകയാണ്. എല്ലാ ദിവസവും കൃപാസനത്തിൻ്റെ ഒരു സാക്ഷ്യത്തിന് എന്തുകൊണ്ടാണ് ഇന്നലെ മേഞ്ഞിട്ട സാക്ഷ്യം 1.25 ലക്ഷം പേര് ഉടനെ കണ്ടത്? എന്തുകൊണ്ടാണ്? സാക്ഷ്യം ഇടിപെട്ടായത് കൊണ്ടാണ്. കാര്യം ഉടമ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് നിങ്ങൾ പറയുന്ന പോലെ ഒരു പരസ്പര സമ്മതത്തെക്കാൾ ഉപരി അതിൻ്റെ ബയോളജി, അതിൻ്റെ പരിച്ഛേദങ്ങളൊക്കെ, അതിൻ്റെ ആന്തരിക ആത്മീയ ഘടനകളൊക്കെ ആഴമായ കാലഹരണപ്പെടാത്ത ദൈവത്തിൻ്റെ മനസ്സിൻ്റെ വെളിപാടുകളാണ്. അതാണ് ഇക്കാലങ്ങളിൽ നമ്മുടെ ജീവിത അവസ്ഥകളിലേക്ക് ദൈവം നമ്മളെ വെളിപ്പെടുത്തി നമ്മളെ ദൈവം അനുദിനം ഉടമ്പടിയിലൂടെ അനേകം മക്കളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി എടുത്തിട്ടുള്ളവരെ, ഇവിടെ തീർത്ഥാടനത്തിൽ ഇരിക്കുന്നവരും ഓൺലൈനിൽ എന്നെ ശ്രവിക്കുന്നവരും ഈ ധ്യാനം എപ്പോഴെല്ലാം എവിടെ ചെയ്യാൻ കൂടുന്നു അപ്പോഴെല്ലാം സത്യാവസ്ഥകൾ മനസ്സിലാക്കി, കോർട്ട് ദി മാറ്റർ, ആന്തരികതയിൽ എന്താണ് ഉടമ്പടി എന്ന് മനസ്സിലാക്കി അതിനെ സത്യസന്ധമായി ബുദ്ധിപരമായി പരിശോധിച്ച് ഹൃദയം കൊണ്ട് ചെയ്ത് സുവിശേഷത്തിൻ്റെ എക്കാലത്തെയും വലിയ സാക്ഷികളായി മാറാൻ നമുക്ക് ശ്രമിക്കാം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ആത്മാവറിഞ്ഞ ദൈവത്തിന്റെ ഹൃദയം വിവേചിച്ച് സുവിശേഷത്തിന്റെ ജ്വലിക്കുന്ന സാക്ഷികളായി മാറാൻ ഞങ്ങളെ ഈ ആരാധനയിൽ അഭിഷേകം ചെയ്യണമേ. ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളെക്കാൾ ഏറ്റവും വലുതാണ് ദൈവവും ഞാനുമായിട്ടുള്ള സ്നേഹബന്ധം എന്ന സത്യം തിരിച്ചറിഞ്ഞ ദൈവത്തിൽ അഭയം പ്രാപിക്കാൻ, ജീവിക്കാൻ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പരപിതാവേ, മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. എൻ്റെ മക്കളെ, നിങ്ങൾ രോഗങ്ങളെല്ലാം ഓർക്കുന്ന ഓരോ രോഗങ്ങളെ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രോഗസ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ കൈകളെ മാറ്റി യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വിശ്വാസപ്രമാണം അറിയാവുന്നൊരു വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട്, വിശ്വാസപ്രമാണം അറിയാൻ പാടില്ലാത്തവരെ യേശുവെ സ്വസ്ത്രം, യേശുവെ ആരാധന,
യേശുവെ നന്ദി എന്ന് ഉൾക്കൊഴിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സൗഖ്യം നേടുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവസിക്കട്ടെ. കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ആവസിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തി ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ, വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. ശ്രദ്ധിക്കട്ടെ. സാന്നിധ്യം പ്രകടമാക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം ഓരോ മകൻ്റെ ശിരസ്സിലും മകളുടെ ശിരസ്സിലും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഉദരരോഗികളെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി കർത്താവ്. ശ്വാസകോശ രോഗികളിലെ, ഹൃദയ രോഗികൾ, കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, ആന്തരിക അവയവങ്ങളിൽ എവിടെയെല്ലാം രോഗങ്ങളുണ്ട് എവിടെയെല്ലാം വൈറസ് നെഗറ്റീവായിട്ട് ബാക്ടീരിയ പ്രവർത്തിക്കുന്നുണ്ട്, എവിടെയെല്ലാം ഇൻഫെക്ഷൻ ഉണ്ട്, അവിടെയെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകട്ടെ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. സ്ത്രീകളും പുരുഷന്മാരുമായിട്ടും സ്ത്രീകളുമായിട്ടും പരസ്പരം തിരിഞ്ഞു നിന്ന് അഭിഷേക പ്രാർത്ഥന സമയിക്കുന്നതിൻ്റെ സമയമാണ്. ഈ സമയത്ത് ആത്മാവ് നിറയാനും ഉടമ്പടി സത്യസന്ധമായി ചെയ്യാനും കർത്താവിൻ്റെ കരുണയും ഭക്തിയും ദൈവസ്നേഹവും നിറയാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കും. അതുപോലെ ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, തെറ്റായ നടപടികളിൽ ചെന്ന് അകപ്പെട്ടു പോയ മക്കൾ, അങ്ങനെ പോലെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളിൽ വഴിപോലും ഇല്ലാത്ത മക്കൾ, നടക്കാൻ വഴിയില്ലാത്തവർ പോലും ഉണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഈശോയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളും അച്ഛൻ ഇപ്പോൾ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. പരസ്പരം തിരിഞ്ഞു നിൽക്കുക. സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും. 3 പുരുഷന്മാരും ആണുള്ളെങ്കിൽ 3 പേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. 4 ഉണ്ടെങ്കിൽ 2 പേരുമായിട്ട് തിരിഞ്ഞു നിൽക്കുക. സ്ത്രീകൾ അതുപോലെ പരസ്പരം കൈകളെടുത്തിട്ട് കൈകളെ വിരിച്ച് വെക്കുക. അച്ഛൻ വെച്ചിരിക്കുന്ന പോലെ. നിങ്ങൾക്ക് കർത്താവിൻ്റെ തിരുരത്വത്തിൻ്റെ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി അച്ഛൻ അഭിഷേക പ്രാർത്ഥന ചെല്ലുന്ന സമയമാണ്. സ്തുതിക്കട്ടെ. കർത്താവെ, കൈകളിലേക്ക്, ഈ പാവപ്പെട്ട കൈകളിലേക്ക്, ഞങ്ങളുടെ ഓരോരുത്തരെയും കൈകളിലേക്ക് കർത്താവെ, ഇത് അവൻ്റെ ശിരസ് വെക്കുമ്പോൾ ആത്മാവിൻ്റെ ശക്തി ഉണ്ടാകാൻ വേണ്ടി തിരുത്വത്തിൻ്റെ അഭിഷേകം നിറയെ പ്രാർത്ഥിക്കുക. അടിപ്പണർ പോലെ വൈതാഖാനം പോലെ ദൈവികമായ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കാൻ ഇടയാകണം പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. രണ്ട് കൈകളും പ്രാർത്ഥനാ പങ്കാളിയുടെ ശിരസിൽ വെക്കുക. 2 കൈകളും പ്രാർത്ഥനാ പങ്കാളിയുടെ ശിരസിൽ വെച്ചിട്ട് ശക്തമായി സ്തുതിക്കുക. 3 പേരോ 4 പേരോ 2 പേരോ അങ്ങനെ കിട്ടുന്ന ഗ്രൂപ്പ് അനുസരിച്ച് നിന്ന് ശക്തമായി സ്തുതിക്കുക. സ്തുതിപ്പറിയാത്തവരെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുക. അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും അഭിഷേകം ലഭിക്കാനും ഇന്നത്തെ ധ്യാനത്തിൻ്റെ ദൈവികമായ കരുണയും ഭക്തിയും എല്ലാവരിലും നിറയാനും ദൈവത്തിന് നമ്മളോട് ഇഷ്ടമുണ്ടാകാൻ വേണ്ടി ദൈവത്തിന്റെ സ്നേഹത്താൽ നിറയാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ.
ശ്രദ്ധിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധമായ കുരിശിനെ ഓർത്ത് കർത്താവേ നിന്നെ ആരാധിക്കുകയും സ്തുതിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്ന നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മകളുടെ മേലും മകൻ്റെ മേലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറയട്ടെ. എല്ലാ വ്യക്തികളിലും പരിശുദ്ധാത്മ നിറയട്ടെ, എല്ലാ വ്യക്തികളിലും ദൈവത്തിൻ്റെ സത്യം നിറയട്ടെ, ദൈവത്തിൻ്റെ സ്നേഹം നിറയട്ടെ, ദൈവത്തോടുള്ള സ്നേഹം നിറയട്ടെ. കർത്താവ് ഉടമ്പടി സ്വീകരിക്കപ്പെടാൻ ദൈവത്തിൻ്റെ കരുണയും ഭക്തിയും ലഭിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി കർത്താവ് എല്ലാ മേഖലയും സ്പർശിക്കട്ടെ, ഭക്തിയുടെ മേഖല സ്പർശിക്കട്ടെ. ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥന ചെയ്യുന്ന പദ്ധതിയായി ദൈവസ്ഥ അനുഷ്ഠിക്കാൻ ആവശ്യമായ കൃപയാൽ മക്കൾ നിരക്കട്ടെ പ്രാർത്ഥിക്കുന്ന. ജീവിതത്തിലുണ്ടാകുന്ന ദുരിതങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, വീടില്ലാത്തൊരു വാടക കഴിയുന്നൊരു വഴിയില്ലാത്തൊരു കർത്താവ് പലതരത്തിലുള്ള മത്സര പരീക്ഷകൾ കർത്താവ് എഴുതിയിട്ടുള്ളവർ തോറ്റിട്ടുള്ളവരെ ജയിക്കാൻ വേണ്ടി റിസൾട്ട് കാത്തിരിക്കുന്നവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അമിതമായി ഉത്കണ്ഠയുള്ളവർ നഷ്ടപ്പെട്ട് ജീവിതം തീർന്നുവെന്ന് ചിന്തിച്ചുകൊണ്ട് നിരാശപ്പെടുന്നവർ കർത്താവിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ശക്തി നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ, നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 36 വർഷം അർപ്പത്തിൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെയും പുത്രൻ പരിശുദ്ധ നാമത്തിൽ ദൈവത്തിന് കൃപ നൽകട്ടെ, ദൈവത്തിന് കൃപ ചൊരിയട്ടെ, ദൈവത്തിന് കൃപ ചൊരിയട്ടെ, ദൈവത്തിന് കൃപ ചൊരിയട്ടെ, ദൈവത്തിന് കൃപ ചൊരിയട്ടെ, ദൈവത്തിന് കൃപ ചൊരിയട്ടെ. ഭാഷാവ് ശ്രദ്ധിക്കട്ടെ, ഭാഷാവർ പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥാവർ ശ്രദ്ധിക്കട്ടെ, പ്രാർത്ഥാവർ പ്രാർത്ഥിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. ശക്തിപ്പെടുത്തിയതിന് നന്ദി പറയുന്നു, സ്വന്തമാക്കിയതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഉരുകുന്ന ഹൃദയത്തിൻ നൊമ്പരങ്ങൾ കരതാരിലേകുന്നു ഞങ്ങൾ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. എല്ലാവരും മുട്ട നിൽക്കുക. സമാപന ആശീർവാദമാണ്.
എന്തെങ്കിലും വിഷയം പ്രാർത്ഥിക്കാൻ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഇപ്പോൾ ഓർത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. മൗനമായി പ്രാർത്ഥിക്കുക. ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോഴും നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന 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 പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്